നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. 7ാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ 7th ഹൗസ് ലോഡ് 5th വരെ ഉള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ഭാവാധിപൻ 6ാം ഭാവത്തിൽ നിന്നാൽ, അതായത് 7ാം ഭാവത്തിൻ്റെ 12ാം ഭാവമായിട്ടുള്ള 6ാം ഭാവത്തിൽ 7ാം ഭാവാധിപൻ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് നോക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഴാം ഭാവാധിപൻ 6ൽ നിന്നാൽ എന്താണ് ഫലം? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിൽ കിട്ടാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ നോക്കാം. പങ്കാളി ഒരു ഹീലർ അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാവാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ സേവന മനോഭാവങ്ങളോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ ഇടപെടുന്ന ഒരാളാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രതിസന്ധികളെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാവാൻ സാധ്യതയുണ്ട്. അത് പോസിറ്റീവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രതിസന്ധികളെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്ത് വളരെ സന്തോഷപൂർണ്ണമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ നമുക്ക് ഈ ലോകത്തിൽ കാണാം എന്നുള്ളതാണ്. അപ്പം പ്രതിസന്ധികൾ ഉണ്ടാവുക, പ്രതിസന്ധികളെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്ത് പോവുക എന്നുള്ളതൊരു മോശമായ കാര്യമൊന്നുമില്ല. പലപ്പോഴും ആ പ്രതിസന്ധികളെ ഹാൻഡിൽ ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസും ആ ഒരു ഉറപ്പുമാണ് പലപ്പോഴും പല റിലേഷൻഷിപ്പുകളുടെയും ബേസ് എന്ന് പറയുന്നത്. ആ ഒരു ഉറപ്പാണിത്. ഞാൻ ഒരു കാര്യം ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയി. അപ്പം കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള ഒരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റിനുള്ളൊരു മറുപടി പറയണമെന്ന് വിചാരിച്ചു. അതായത് വിഷയങ്ങൾ പറയുമ്പം കുറച്ചുകൂടെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അപ്പം ജ്യോതിഷം പഠിപ്പിക്കുകയാണെങ്കിൽ എന്തിനാ ഈ ആധ്യാത്മികത പറയുന്നത് എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ എൻ്റെ 300 വീഡിയോസ് ഏകദേശം ഞാൻ കഴിഞ്ഞു. അത് ഏകദേശം ഒരു 20 മിനിറ്റ് വെച്ച് കൂട്ടിയാൽ പോലും അത്യാവശ്യം ഒരാൾ ഇന്ന് ആ 1ാമത്തെ വീഡിയോ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 4-5 ദിവസം, 5 മിനിമം ഒരാഴ്ച നിർത്താതെ പ്ലേ ചെയ്യാനുള്ള വീഡിയോസ്, അത്രയും കണ്ടൻറ്റ് ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്നെ ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അത് ചെയ്യുകയും ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം വിത്തൗട്ട് സ്പിരിച്വാലിറ്റി ഈ ജ്യോതിഷം കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നുള്ളതാണ്. ഈ ഒരു കാര്യം അറിയാൻ വേണ്ടി മാത്രമല്ല ജ്യോതിഷം നോക്കുന്നത്, അതിനും നോക്കാം. പക്ഷേ ഇത് മോക്ഷശാസ്ത്രമാണെന്ന് പറഞ്ഞ ഋഷിമാരുടെ പാത പിന്തുടരുക എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും അതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് കർമ്മഫലത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുകയും അതിൽ മാറുന്നത് ഇങ്ങനെയാണെന്നും മാറാത്തത് ഇന്നതാണെന്നും അത് മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ സ്വയം നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റുക എന്നുള്ളതും, ഇത് ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും, അതിലേക്ക് നിങ്ങൾ മടി പിടിച്ചിരിക്കുക, നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ, ഞാൻ അങ്ങനെ ഒരു അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ ചോദിക്കും സ്പിരിച്വൽ ആയാൽ പറ്റുമെന്ന്. അല്ല, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടാവാത്തിടത്തോളം കാലം ഈശ്വരോപാസന ചെയ്താലും നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവും. ഇത്ര ഉറപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാസഭഗവാൻ പറഞ്ഞത് തന്നെയാണ് കാര്യം. കാരണം അസുരന്മാരായിട്ടുള്ള മിക്ക ആൾക്കാരും നല്ല തപസ്വികളായിരുന്നു, ഈശ്വരോപാസകരായിരുന്നു. പക്ഷേ ഈശ്വരോപാസന ഉണ്ടായിപ്പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഈശ്വരോപാസന ഉണ്ട്, നല്ല ഭക്തനാണെന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് നമ്മളെ വാസനകളെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ, ധർമ്മത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധികൾ വരും. എത്ര പ്രാർത്ഥിക്കുന്ന ആളായാലും വരും. മനസ്സിലാവുന്നുണ്ട്? അപ്പം അതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം 7ാം ഭാവാധിപൻ 6ൽ നിന്നാൽ ഉള്ള പോസിറ്റീവ് ഫലം പറഞ്ഞതുപോലെ തന്നെ 7ാം ഭാവാധിപൻ 6ൽ നിന്നാലുള്ള നെഗറ്റീവ് ഫലങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും കലഹങ്ങളുണ്ടാവും.
ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്യ ഗ്രഹവും എന്ന് പറയുന്ന 3 പ്രധാന മാനദണ്ഡങ്ങൾ ഒരു ഭാവം ചിന്തിക്കുമ്പം പറയുന്നതിൽ ഭാവത്തിൽ നിൽക്കുന്നത് ഭാവത്തിൻ്റെ തൽപ്പതിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാവത്തിൻ്റെ തൽപ്പതി എന്ന് പറയുന്നത് ഭാവത്തിൻ്റെ 12 പോവുക, 7ാം ഭാവത്തിൻ്റെ അധിപൻ അതിൻ്റെ 12 പോവുക. അപ്പം ഭാവത്തിന് തൽപ്പതി എന്ന് പറയുമ്പം 12 പോകുമ്പം ദാമ്പത്യ വിഷയത്തിൽ കലഹം, വിവാഹമോചനം, അല്ലെങ്കിൽ പങ്കാളിക്ക് രോഗം, അല്ലെങ്കിൽ രണ്ടുപേരും രണ്ടിടത്ത് താമസിക്കുക, അല്ലെങ്കിൽ ശത്രുതയോടെ പെരുമാറുക, അല്ലെങ്കിൽ അകന്ന് താമസിക്കാനുള്ള നിയോഗം, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതുള്ളപ്പം അതിനെ സ്പിരിച്വലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന പോലെ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അതുകൊണ്ട് അതിനനുസരിച്ച് പെരുമാറി ജീവിതത്തെ മാറ്റണം, ഈശ്വരോപാസന ചെയ്യണം, അതൊരു തപസ്സാണ്. അതോടൊപ്പം തന്നെ സ്വയം മാറ്റാൻ ശ്രമിക്കണം എന്ന് പറയുന്ന ഒരു അവയർനെസ്സോട് കൂടിയിട്ടാണ് ഈ ശാസ്ത്രത്തെ ഞാൻ പഠിപ്പിക്കാൻ നോക്കുന്നത്. അല്ലാതെ ചുമ്മാതെ കുറച്ച് കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജ്യോതിഷം പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് പഠിപ്പിക്കുന്നത് ഞാൻ ഋഷിമാരുടെ ഒരു കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് ജ്യോതിഷം ഒരു മോക്ഷശാസ്ത്രമാണെന്നും ധർമാർത്ഥ കാമമോക്ഷങ്ങളിലേക്ക്, അതായത് മോക്ഷം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇതിലേക്ക് എത്തുമ്പോഴത്തേക്ക് ധർമ്മത്തിലൂടെയും അർത്ഥത്തിലൂടെയും കാമത്തിലൂടെയും അതിനുശേഷം മോക്ഷത്തിലേക്കും എത്തേണ്ട ഒരു മനുഷ്യൻ്റെ അതാത് സാഹചര്യങ്ങളെ എങ്ങനെ കൃത്യമായി കർമ്മഫലം ഇനിയും വലിക്കാതെ കെട്ടായിക ഇനിയും നാരായണ ചെയ്യാന്ന് പറയും, ഇനിയും കർമ്മഫലം വലിച്ചു വെക്കാതെ എങ്ങനെ ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളൊരു അവയർനെസ്സും കൂടെ തരാൻ വേണ്ടി ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പം അല്ലാതെ എനിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല. ഈ ശാസ്ത്രത്തെ അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കുകയും ഇത് ഉണ്ടാക്കിയവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് മനസ്സിലാക്കുന്ന സ്വന്തം ജീവിതം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ അതൊരു ടൈം പാസിന് വേണ്ടി പഠിക്കാൻ, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റേറ്റീവ് നേച്ചർ വെച്ച് മുന്നോട്ട് പോകാൻ, ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയൊക്കെ പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരുടെടുത്തെങ്കിലും നോക്കാം. നിങ്ങളുടെ അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചുള്ള ആരെ വേണേലും നിങ്ങൾക്ക് കാണാം, കണ്ടുപിടിക്കാം, പഠിക്കാം. ഞാനിത് ഭഗവതിയെ ആശ്രയിച്ചും ഇതിൻ്റെ ആചാര്യന്മാരെ ആശ്രയിച്ചും അവരുടെ പാതാരവിന്ദങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായും മനുഷ്യൻ്റെ വ്യക്തിത്വ വികസനത്തിനും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളതും ഈശ്വരനിലേക്ക് അടുക്കണം എന്നുള്ളതും, റിലീജിയസ് അല്ല സ്പിരിച്വാലിറ്റിയിലേക്ക് അവനെ തന്നെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ മാറ്റമുണ്ടാവത്തുള്ളൂ എന്ന് ഞാൻ ഉത്തമമായിട്ട് വിശ്വസിക്കുന്ന അത് ഋഷിമാർ പറഞ്ഞാണ്. അവരുടെ ഒരു അതെനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. എന്നെ ശരിയാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ പോകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊരു കാഴ്ച തരുന്ന അറിവിൻ്റെ, വേദത്തിൻ്റെ കണ്ണാണ്, അറിവിലേക്കുള്ള കാഴ്ച തരുന്നതാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. കണ്ണ് മഹാ ഇന്ദ്രിയവുമാണ്. 5 ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും വലിയ ഇന്ദ്രിയം, മഹാ ഇന്ദ്രിയം എന്ന് പറയുന്നത് കണ്ണാണ്. അപ്പോൾ അത് കാഴ്ച തരുന്ന അഗ്നിസ്വരൂപമായിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം എന്നുള്ളത് ഞാൻ ആ രീതിയിൽ കാണാനാണ് ഇഷ്ടപ്പെടുന്നതും ആ രീതിയിലാണ് ഞാൻ ഈ വിഷയം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെൽഫായിട്ടുള്ള ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ ആനന്ദപൂർണ്ണമാക്കി തീർക്കുന്നതിന് വേണ്ടിയും പ്രതിസന്ധികളെ തരണം ചെയ്ത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ അനുഭവങ്ങളെല്ലാം കർമ്മഫലങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അതിൻ്റെ രീതിയിൽ ഉൾക്കൊള്ളുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രം. അല്ലാതെ ചുമ്മാതെ കുറേ കാലം ഈശ്വരോപാസന ചെയ്ത് ചുമ്മാതെ കുറേ കാലം ജ്യോതിഷം പഠിപ്പിച്ചു ചുമ്മാതെ കുറേ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും സമയവും കൂടി പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ മുടക്കിയത് പോലെ ഞാനായാലും ഇതിനു വേണ്ടി മുടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ സമയം കുറച്ച് കഴിയുമ്പോൾ മടുക്കും. എന്ത് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ മടുക്കും. അതുപോലെയാണ്. പക്ഷേ ഇതിലേക്ക് ഇറങ്ങി ഇതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഉപയോഗിച്ചാൽ മാറ്റം വരികയും ചെയ്യും എന്നുള്ളത് എത്രയോ പേരുടെ അനുഭവം കൊണ്ട് മനസ്സിലായൊരു കാര്യമാണ്. എൻ്റെ കാര്യം കൊണ്ടും എനിക്കറിയാമല്ലോ. ഇത്ര ഈ 10-16 വർഷം അല്ലെ 17-18 വർഷം കൊണ്ട് ഞാൻ ഈ ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ടും ഈ വിഷയങ്ങൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആചാര്യന്മാരുടെ അടുത്ത് ഇത് പഠിക്കാൻ പോകുന്ന സമയത്തുള്ള കുട്ടിയായിരുന്ന അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് ഇന്നും ഇത് ശ്രമിക്കുന്നത്. കുറച്ച് താടി മുടിയൊക്കെ നരച്ചു എന്നുള്ളത് ഒഴിച്ചാൽ, അല്ല ശരീരത്തിന് അങ്ങനെ വരുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അതേ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇന്നും ഓരോ വിഷയങ്ങൾ പഠിക്കുന്നത്.
പിന്നെ ഗുരുക്കന്മാർ നമ്മളെ പറഞ്ഞിട്ടുള്ള, നമ്മളെ അനുഗ്രഹിച്ചിട്ടുള്ള, നമ്മുടെ നിയോഗമായിട്ട് വന്നു ചേർത്തിട്ടുള്ള കാര്യങ്ങളെടുത്ത് മുഖം തിരിച്ച് നിൽക്കണ്ട എന്നുള്ളത് കൊണ്ടും ഈ വിഷയം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ ഇതിൻ്റെ ജിജ്ഞാസുക്കളായിട്ടുള്ളവർക്ക് കുറച്ചെങ്കിലും ഒരു സ്റ്റെപ്പെങ്കിലും 1% ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവട്ടെ, അവർക്കൊരു വഴികാട്ടിയാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജ്യോതിഷം എന്നുള്ളത് ചുമ്മാതൊരു രസത്തിൽ, ഒരു വേഗമായിട്ടുള്ള ഒരു രീതിയിൽ പഠിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടും. ഞാനിത് പൂർണ്ണമായിട്ടും വ്യക്തിത്വ വികസനം, ഇത് പൂർണ്ണമായിട്ടും അവനവനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പല പല കാര്യങ്ങളിലും അവരൊരു പ്രീ കൺസെപ്ഷനിലോടുകൂടി എന്നെ വിളിക്കുമ്പം പലപ്പോഴും എൻ്റെ കൺസൾട്ടേഷനിൽ അവർക്കത് ഡൈജസ്റ്റ് ചെയ്യാതെ പോകും. കാരണം ഞാൻ ഇതിനെ കൂടുതലായിട്ടും കാണുന്നത് നമ്മൾ ശരിയാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്, അതിലെ വഴികളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ശരിയാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മളുടെ. ഇപ്പോൾ 7ാം ഭാവാധിപൻ 12 പോയാൽ അവർക്ക് ദൈവാധീനമില്ലെങ്കിൽ ദാമ്പത്യ കലഹം 100%. ഒരു പക്ഷേ ശുക്രനും വ്യാഴവും ഒക്കെ മോശമായിട്ട് വരുന്ന ജാതകവും കൂടിയാണെന്നുണ്ടെങ്കിൽ വിവാഹമോചനം, അല്ലെങ്കിൽ പങ്കാളിക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ടാവും, അല്ലെങ്കിൽ ശത്രുതയോടുള്ള പെരുമാറ്റമായിരിക്കും പങ്കാളിയിൽ നിന്നും നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അവിടുന്ന് അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ അതൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ പറയാതെ ഡൈവേഴ്സ് ചെയ്ത് അടുത്തയിലേക്ക് പോകുമ്പോൾ ഇതേ അവസ്ഥ തന്നെ റിപ്പീറ്റഡായിട്ട് വരുന്നത് കാണാം. അപ്പോൾ അത് ഈ 7ാം ഭാവാധിപൻ 12 7ാം ഭാവാധിപൻ 6 നിന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, പല മാനദണ്ഡങ്ങൾ, എന്നാൽ ഒരു 20% ചാൻസ് ഇത് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ നിങ്ങൾ ഇന്ന പോലെ ഇത് ഹാൻഡിൽ ചെയ്യും. നിങ്ങൾക്കൊരു കുടുംബജീവിതം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രീതികളും ചിന്താരീതികളും മാറ്റാതെ പറ്റില്ല. അല്ലാതെ അതിനുവേണ്ടി കുറേ വഴിപാട് കഴിച്ചാലോ അതിനുവേണ്ടി കുറേ പരിഹാരം ചെയ്താലോ മാറില്ല. പരിഹാരം ചെയ്താൽ മാറുന്ന ചില കാര്യങ്ങളുണ്ട്. പരിഹാരം ചെയ്താൽ നിങ്ങളുടെ ചിന്താരീതി നിങ്ങൾ മാറ്റാൻ തയ്യാറായാൽ അതിനെ സപ്പോർട്ട് ചെയ്ത് പ്രകൃതി നിങ്ങളുടെ കൂടെ നിൽക്കും. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ പരിഹാരങ്ങൾ ചെയ്യുന്നത്. പ്രകൃതി ദൈവാനുകൂല്യം, സർവേശ്വരാണാം കാരകം, അതായത് വ്യാഴം അനുകൂലമായിട്ട് കാരണം സർവ്വ ഈശ്വരന്മാരെന്നാണ്, സർവ്വ ഐശ്വര്യങ്ങളാണ്. പ്രകൃതി അനുകൂലമാകുമ്പോഴാണ് നമുക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം സർവ്വദേവന്മാരുടെയും കലകൾ, സർവ്വദേവകലകളെയും നമുക്ക് വന്നു ചേരും. നമുക്കൊരു ഐശ്വര്യത്തിലേക്ക് വരണമെങ്കിൽ എന്താണ്? പ്രകൃതി അനുകൂലം ഉണ്ടാവണം. അപ്പോൾ വ്യാഴാനുകൂലം നോക്കുന്നത് അങ്ങനെയാണ്. പ്രകൃതിയുടെ അനുകൂലാവസ്ഥ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ കഴിവുള്ളവരാണെങ്കിലും, ഞാനായാലും എത്ര വലിയ കഴിവുള്ളവരാണെങ്കിലും, എത്ര മഹാപണ്ഡിതന്മാരായാലും, എത്ര വലിയ ജിജ്ഞാസുക്കളായാലും, എത്ര വലിയ ഊഹാപോഹപടുവായാലും, ഇറക്കുന്ന സാധനം ഇതെവിടെ ഇറങ്ങണം, മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് പ്രകൃതിയുടെ ഒരു അനുകൂലാവസ്ഥ വേണം. എത്ര മഹാപണ്ഡിതനായാലും എത്ര വാഗ്മിയാണെങ്കിലും ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നൊരു കാര്യമില്ലെങ്കിൽ ശ്രോതാവുണ്ടാവില്ല. അത് കേട്ടാലും ഉള്ളിൽ തറക്കില്ല. അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹമാണ് പ്രധാനം. ആ ഈശ്വരാനുഗ്രഹമുള്ളവരാണ് ഐശ്വര്യമുള്ളവരായിത്തീരുന്നത്. അത് നിങ്ങൾ ഏത് മതത്തിലോ ഏത് ജാതിയിലോ പെട്ടവരാവട്ടെ, നിങ്ങളുടേതായ രീതിയിലുള്ളൊരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന വഴികൾ നിങ്ങൾ കണ്ടെത്തും. മെഡിറ്റേഷൻ ചെയ്യുകയോ, പ്രാർത്ഥിക്കുകയോ, നിങ്ങളുടെ കുലാചാരം ആചരിക്കുകയോ, അല്ലെങ്കിൽ ഉപാസനകൾ ചെയ്യുകയോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടേതായ മാർഗ്ഗങ്ങൾ വേറെ ഹിന്ദുധർമ്മമല്ല, അല്ലെങ്കിൽ സനാതനധർമ്മമല്ല ഫോളോ ചെയ്യുന്ന, ക്രിസ്ത്യാനിറ്റിയാണ്, ഇസ്ലാമാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഫോളോ ചെയ്തോളൂ. നിങ്ങളും ഈശ്വരനുമായിട്ട് ഡയറക്റ്റ് ആ ഒരു അടുപ്പം, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സ്പിരിച്വൽ വൈബ് ഉണർന്നാൽ പിന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഉള്ളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ അതിന് സപ്പോർട്ടീവായിട്ടാണ് ഞാൻ ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. അപ്പം അങ്ങനെ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വെറുതെ കമൻ്റ് ഇട്ട് നിങ്ങളുടെ സമയം കളയണ്ട. നിങ്ങൾ കമൻ്റ് ഇട്ടോ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പറ്റാത്ത കമൻ്റ് ആണെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. കാരണം ചുമ്മാതെ തെറിയിട്ടേക്കാൻ ഉള്ള ഒരു സ്പേസ് അല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ. അതിനെ വളരെ ഭക്തിപൂർവ്വമാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞാൻ മാത്രമല്ല, ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട് സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട്. എല്ലാവരും ഒരു ധർമ്മം പോലെയാണ് ഇത് ചെയ്യുന്നത്. ആരും ഇതിനെ ഒരു മെറ്റീരിയൽ ഇത് കണ്ടുകൊണ്ടല്ല ഇത് ചെയ്യുന്നത്. ഒരു ധർമ്മം പോലെ ചെയ്യുന്ന, കുറേ കാലമായി ചെയ്തു വരുന്ന ഇതല്ല. കുറേ മനുഷ്യരുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ അവരുടെ ഒക്കെ ആഗ്രഹമാണ് ഈ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അസ്ട്രോളജി പഠിപ്പിക്കും, അസ്ട്രോളജി പറയും, അതോടൊപ്പം തന്നെ ഈ വിഷയവും സ്പിരിച്വാലിറ്റിയും ഇതിനകത്ത് സംസാരിക്കും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ളവർ മാത്രം ഈ ചാനൽ ഫോളോ ചെയ്താൽ മതി. അല്ലാത്തവർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നിങ്ങളുടേതായ രീതികൾ
മനസ്സിലാക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്, അനവധി ചാനലുകളുണ്ട് യൂട്യൂബിൽ. ഇപ്പം അസ്ട്രോളജി വീഡിയോസിന് മലയാളത്തിൽ മാത്രമല്ല, ഹിന്ദിയിലും ഇംഗ്ലീഷിലും തമിഴിലും കന്നഡയിലും പല ഭാഷകളിലുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഭാഷയിൽ അത് നോക്കുക. ഇല്ലെങ്കിൽ ഒരുപാട് വ്ലോഗുകളും വെബ്സൈറ്റുകളും ഒക്കെ ഉണ്ട് ഇതിനെപ്പറ്റി, അനവധി പുസ്തകങ്ങളുണ്ട്. മേടിച്ച് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായ കാഴ്ചപ്പാടോടുകൂടി അത് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. ഞാൻ എന്തായാലും ഈ രീതിയിലേത് മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. സാന്ദർഭികവശാൽ ആ കമൻറ്റിനൊരു മറുപടി പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഈശ്വരീയമായ രീതിയിൽ സ്വന്തം ജീവിതത്തെ മനസ്സിലാക്കി ഈശ്വരീയമായിട്ടുള്ള യാത്രയിൽ ഐശ്വര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ സ്വന്തം ജീവിതത്തെ മനസ്സിലാക്കാനും സ്വയം തിരിച്ചറിയാനും അതോടൊപ്പം തൻ്റെ ഓരോ കടമകളും കർമ്മപൂർത്തീകരണത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവർ മാത്രം മതി എനിക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് സാന്ദർഭികവശാൽ ഇതെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 7ാം ഭാവാധിപൻ 6ൽ നിന്നുള്ള നെഗറ്റീവ് ഫലങ്ങൾ പറയാം. ദാമ്പത്യ കലങ്ങളാണ്, വിവാഹമോചനമാണ്, അല്ലെങ്കിൽ പങ്കാളിക്ക് രോഗം വരാനുള്ള സാധ്യതയാണ്, ശത്രുതയോടുള്ള പെരുമാറ്റമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാർമിക് ലിങ്ക് നോക്കാം. 7th ഹൗസ് 6th 6th പൊതുവേ ഡെപ്റ്റാണെന്നുള്ളത് അറിയാമല്ലോ. ഋണാനുബന്ധം കാർമിക് ഡെപ്റ്റാണ്. 7th ഹൗസ് ലോഡ് 12th പോയാൽ അത് അതിൻ്റെ 12 അതിനെ ഭാവാൽ ഭാവചിന്ത എന്നാണ് പറയുന്നത്. 7ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 12 പോകുമ്പോൾ മുൻജന്മത്തിൽ നിങ്ങൾ ആർക്കോ കൊടുത്ത വാക്ക് പാലിക്കാത്തതിൻ്റെയും അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ നിങ്ങൾ ആരെയൊക്കെയോ വേദനിപ്പിച്ചതിൻ്റെ വാക്യപത്രമായിട്ടുള്ള ഒരിത് കാരണം നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വരുന്ന ആൾ നിങ്ങളെ വേദനിപ്പിക്കുകയോ നിങ്ങളെ ശത്രുസ്ഥാനത്ത് കാണുകയോ അല്ലെങ്കിൽ എത്ര അടുപ്പമാണെങ്കിലും ഒരു അകൽച്ച ഫീൽ ചെയ്യുകയോ ചെയ്യും. ആ കടം വീടലാണ് ഈ ജന്മത്തിലെ നിങ്ങളുടെ കഷ്ടപ്പാട്, ദാമ്പത്യ ജീവിതത്തിലെ കഷ്ടപ്പാട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതൊന്നാമത്തേത്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സംഘർഷങ്ങളിൽ നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. ഈ സംഘർഷങ്ങളിലൂടെയാണ് സമാധാനം ഉണ്ടാവുന്നത്. സംഘർഷങ്ങളിലൂടെ സമാധാനം ഉണ്ടാവുമെന്ന് ചോദിക്കും. ആദ്യമൊന്നും ഉണ്ടാവില്ല. ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് 7th ഹൗസ് ലോഡ് 6th നിങ്ങൾക്ക് 35 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. പങ്കാളി നൽകുന്ന വേദനകൾ നിങ്ങളുടെ അഹംഭാവത്തെ, ഈഗോ കത്തികൊണ്ട് കുത്തുന്നത് പോലെ മുറിവുണ്ടാക്കും. അതിൽ നിന്നും ആ മുറിവ് കൊണ്ട് ഉണ്ടാകുന്ന ഈഗോ നാശത്തിൽ നിന്ന് നിങ്ങളുടേതായ രീതിയിലേക്ക് നിങ്ങളെ തിരിച്ചറിയുകയും ചെയ്യും. അതൊരു മരുന്നാണ് ഈ സംഘർഷം എന്നുള്ളത് കണ്ടാൽ മതി. കാരണം എന്തറിയാം, അങ്ങനെ 35 വയസ്സൊക്കെ കഴിയണം. തുടക്കകാലത്തൊന്നും മനസ്സിലാവത്തില്ല. പ്രണയിക്കുന്ന സമയത്തോ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴൊന്നും മനസ്സിലാവും. 35 ഒക്കെ ആവണം. അപ്പോൾ അവർ തന്നെ പറയും ചെയ്യും, ഞാൻ ഒരുപാട് മാറി, പഴയ ഞാനേ അല്ല. ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു മാനസികാവസ്ഥയായിരുന്നെങ്കിൽ എൻ്റെ ബന്ധം അന്നേ കുളവാവില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയാൻ തോന്നും, അല്ലെ പറയുകയോ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഇനി 7th ഹൗസ് ലോഡ് 7th നിന്നുള്ള ഫലം. ഭാവത്തിനും തൽപ്പതിക്കും കാരകാഗ്രഹത്തിനും 3 പേർക്കും ബലം വന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് ഞാൻ പല ക്ലാസ്സുകളിൽ പല ആവർത്തികളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ 7ാം ഭാവാധിപനായ ഗ്രഹം 7ാം ഭാവത്തിൽ നിന്നാൽ ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. അതായത് തൽപ്പതി തൽസ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് വളരെ വിശേഷമാണ്. 3-1 100% ആയി. 3 പ്രമാണമാണ് പറയുന്നത്. ഭാവത്തിനും തൽപ്പതിക്കും കാരകാഗ്രഹം ബേസിക്കായിട്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നവാംശ ചാർട്ടും ദശയും ഒക്കെ നോക്കാൻ. ആദ്യം ഇതാണ് വേണ്ടത്. അപ്പം ശക്തമായ ദാമ്പത്യ ജീവിതം ഒന്നാമത്തേത്. 7ാം ഭാവാധിപൻ 7ൽ നിന്ന്, അത് ശുക്രനാവരുത് കേട്ടോ. ശുക്രനായാലും കുഴപ്പമില്ല. പക്ഷേ 7ാം ഭാവാധിപൻ 7ൽ നിന്നാൽ ശക്തമായ ദാമ്പത്യ ജീവിതം ഒരു ഭാഗ്യമുണ്ട് അതിനകത്ത്. പങ്കാളിക്ക് നല്ല വ്യക്തിത്വവും ആകർഷണീയതയും ഉണ്ടാവും. അതെ, ഒരു 3-1 ഒരു സാധ്യതയാണ് ഈ പറയുന്നത്. കാരകാഗ്യ ഗ്രഹവും അതുപോലെ തന്നെ ഭാവത്തിൽ നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസും വന്നു കഴിഞ്ഞാൽ പോയി കേട്ടോ. പക്ഷേ ഇത് മാത്രമായിട്ട് 7ാം ഭാവാധിപൻ മറ്റൊരു ഇൻഫ്ലുവൻസും ഇല്ലാതെ 7ൽ തന്നെ നിന്നാൽ ശക്തമായ ദാമ്പത്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. ദാമ്പത്യ സുഖയോഗമാണത്. പങ്കാളിക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാവും, ആകർഷണീയതയുണ്ടാവും, നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളായിരിക്കും. സമൂഹത്തിൽ മാന്യത കിട്ടുന്ന ഒരു പങ്കാളിയോ
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരു പങ്കാളിയാവാനോ ഒരു സമൂഹത്തിൽ നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ ഒരു വില കിട്ടാനുള്ളൊരു ഇതുണ്ട്. നെഗറ്റിവിറ്റി പറയാം. 7th ഹൗസിലോട് 7th നിന്നാണുള്ള നെഗറ്റീവ്, പ്രത്യേകിച്ച് ശുക്രനൊക്കെ നിന്നാൽ പങ്കാളിക്ക് അല്പം ഈഗോ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. കുറച്ച് സുപ്പീരിയറായിട്ട് ഫീൽ ചെയ്യും. ഞാനാണ് വലിയവൻ അല്ലെ ഞാനാണ് വലിയവൾ എന്നുള്ള ചിന്ത കാരണം ഒരു പ്രശ്നം സൃഷ്ടിക്കാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. 7th ഹൗസിലോട് 7th എന്ന കാരണം ലഗ്നാധിപൻ 6-8-12 പോയിട്ട് 7ാം ഭാവാധിപൻ 7ൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ പങ്കാളി കുറച്ച് ഡോമിനേറ്റീവ് ആവുന്ന, കുറച്ച് ഡോമിനൻ്റ് ആവുന്ന, കുറച്ച് തലയെടുപ്പൊക്കെയുള്ള ആളായിരിക്കും എന്നുള്ളതാണ്. കാർമിക് ലിങ്ക് എനിക്ക് തോന്നുന്നത് തുല്യത, പൂർണ്ണതയ്ക്ക് വേണ്ടി 2 ആത്മാക്കൾ വീണ്ടും കണ്ടുമുട്ടി എന്നുള്ളതാണ്. ഒരേ പാറ്റേണുള്ള കാർമിക് ലിങ്കുകൾ വന്നു ചേരുന്നു. അല്ലെങ്കിൽ പൂർവജന്മത്തിലെ നിങ്ങളുടെ പൂർത്തിയാവാത്ത സന്തോഷങ്ങളുടെ യാത്രയാണ്. ലഗ്നാധിപൻ ലഗ്നത്തിലും 7ാം ഭാവാധിപൻ 7ൽ നിൽക്കുകയാണെങ്കിൽ മിക്കപ്പോഴും അങ്ങനെ വരുമ്പം അവരുടെ ലഗ്നം നിങ്ങൾ 7ാം ഭാവം തന്നെ ആയിരിക്കും. ഉദാഹരണത്തിന് മേടൻ ലഗ്നത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് 7ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുക, പക്ഷെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലഗ്നം എന്ന് പറയുന്നത് 7ാം ഭാവമായിട്ടുള്ള ശുക്രൻ നിൽക്കുന്ന തുലാം തന്നെ ആയിരിക്കും. അല്ലെ ശുക്രൻ 7ാം ഭാവാധിപനായ ശുക്രൻ നിൽക്കുന്ന രാശിയായിരിക്കും പാർട്ണർ. അങ്ങനെയാണെങ്കിൽ അത് പൂർവ്വജന്മത്തിൻ്റെ ഒരു 5-8 മാനദണ്ഡങ്ങളുണ്ട്. അതിൽ 2 പ്രധാനമായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പൂർവ്വജന്മത്തിൻ്റെ ഒരു കാർമിക് ലിങ്ക് അല്ലെങ്കിൽ സോൾമേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീയും ഞാനും രണ്ടല്ല എന്നുള്ളൊരു ഉറപ്പ് അവരിലേക്ക് വരും. ഒന്നാണെന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴത്തേക്ക് ദാമ്പത്യത്തിൻ്റെ വിജയവും അതുതന്നെയാണ്. പൈങ്കിളികളൊക്കെ അവസാനിച്ച് റിയാലിറ്റിയിലേക്ക് പോകുമ്പം പരസ്പരം ഇനിയും മറ്റ് സാധ്യതകളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയാൽ ഈ 15-20 വയസ്സിലൊക്കെ ഉള്ള ചിന്താഗതികൾ 35-40 വയസ്സിൽ കൊണ്ടുപോയിട്ട് ജീവിതം നശിപ്പിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് 7ൽ ബുധൻ ഒക്കെ നിൽക്കുന്ന പലരെയും, അല്ലെങ്കിൽ 7ൽ പാപഗ്രഹങ്ങളൊക്കെ നിൽക്കുമ്പം ദാമ്പത്യ പ്രശ്നം ഉണ്ടായിട്ട് എന്നെ വിളിക്കുമ്പോൾ അവരോട് ചോദിക്കുമ്പം വളരെ ഡീപ്പായിട്ട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇനി എനിക്ക് 5-6 വർഷമല്ലേ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യതയെ ഞാൻ ഉപയോഗിച്ചതാണ്, അങ്ങനെയാണ് ഇത് പരാജയപ്പെട്ടതെന്ന്. അപ്പോൾ ഒന്ന് ആലോചിക്കുമ്പോൾ ഞാൻ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യതയെ പ്രായം കൂടുന്നത് കൊണ്ട്, അതായത് എന്തോ ഒരു സാധനം, അതായത് പ്രായം കൂടുമ്പം എന്താണോ നഷ്ടപ്പെട്ടു പോകുന്നത് അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ച് മുൻവിധിയോടുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയപ്പം ഉണ്ടായിരുന്ന സർക്കംസ്റ്റാൻസസ് ഉണ്ടായിരുന്നതെല്ലാം പോയി. മാനവും പോയി, ജീവിതവും പോയി, എല്ലാം പോയി. ജീവിതത്തിൽ തൃപ്തി വരാത്തപ്പോഴാണ് ഓരോ പ്രായത്തിലും ഓരോ വിഷയങ്ങൾ അതിൻ്റേതായ തലത്തിൽ അനുഭവിച്ചാൽ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ച് മുൻവിധിയോടുകൂടി കണ്ട് ശ്രമിച്ച് പരാജയം വരില്ല. 7ാം ഭാവാധിപൻ 7ൽ നിൽക്കുമ്പം ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൂടി വരുമ്പം മുന്നോട്ട് പോകുമ്പം നല്ല ബോണ്ടിങ് ആയിരിക്കും പാർട്ട്ണറും അവർ തമ്മിൽ. പുറമേ നോക്കുമ്പോൾ രണ്ടുപേരും ചിലപ്പോൾ വഴക്കിടുന്ന കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതൊക്കെ കാണാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അത് ശരിയല്ലെന്ന് ഇപ്പം അവരുടെ മനസ്സിനെ ആ 7ാം ഭാവാധിപൻ 7ൽ നിൽക്കുന്ന ആളുടെ ഒരു മനോവലിപ്പം അനുസരിച്ച് സാധനയൊക്കെ ചെയ്ത് അവർക്ക് ആ ഒരു തെളിച്ച് ഈ ജന്മം കൊണ്ട് അത്ര ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സ്പിരിച്വാലിറ്റിയിലൂടെ ഒക്കെ പോയി മെച്യൂറായിട്ടുള്ള ഒരു 7ാം ഭാവാധിപൻ നിൽക്കുന്ന ഒരാളും ഇത്ര അവസരം കിട്ടിയിട്ടും സ്പിരിച്വാലിറ്റിയിലൂടെ ഒന്നും കടന്നു പോകാതെ ജീവിതത്തെ അധികം നിരീക്ഷിക്കാത്ത 7ാം ഭാവാധിപൻ 7ൽ നിൽക്കുന്ന ഒരാളുടെയും കാഴ്ചപ്പാടുകൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ആ കാഴ്ചപ്പാട് മാറുന്നതിനനുസരിച്ച് കുറേ ഇതുണ്ടാവും. എന്നാൽ പോലും നമുക്ക് കാഴ്ചപ്പാടുകൾ മാറിയെന്ന് തന്നെ ചിന്തിക്കാം. ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സ്വയം ജീവിതത്തെ മാറ്റിയെടുത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ 7ാം ഭാവാധിപൻ 7ൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകുമ്പം അവരുടെ ഉള്ളിൽ നമ്മൾ പറയത്തില്ല, ഇവരുടെ ഉള്ളിൽ എന്തോ ഒരു അന്തർധാര ഉണ്ടെന്ന് പറയുന്നത്, സ്നേഹത്തിൻ്റെ ഒരു അന്തർധാര ഉണ്ടാവും. ഞാൻ നീ രണ്ടല്ല എന്നുള്ളൊരു ഉറപ്പ് ഉണ്ടാവും. എത്ര അടിയുണ്ടാക്കിയാലും പുറമെ എന്തൊക്കെ പരിഭവങ്ങൾ പറഞ്ഞാൽ അവർ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും.
അതെത്ര ജാതകം ഞാൻ കണ്ടുകൊണ്ട് പറയും. അങ്ങനെ ഞാൻ ഇവിടെ അടുത്ത് കുറേ ചോദിച്ചിട്ടുണ്ട്. കുറ്റമൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കാണെന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ വീണ്ടും 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 ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഡിവോഴ്സ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല, ഞങ്ങളിങ്ങനെ അങ്ങ് പൊക്കോളാം എന്ന് ലാസ്റ്റ് അവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ആയിരിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ പറ്റുമോ എന്നുള്ള ഞാനപ്പോൾ പറയുകയും ഭഗവതിയെ ആശ്രയിക്കൂ, ഈശ്വരനെ ആശ്രയിക്കൂ, നിങ്ങളെ മാറ്റാൻ ശ്രമിക്കും. നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളതിനെ മാറ്റാൻ ശ്രമിക്കുമെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 7ാം ഭാവാധിപൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ വിശേഷത്വമുള്ള ഒരു യോഗമാണ് ജാതകത്തിൽ. ഏതൊരു ഭാവാധിപനും ഭാവത്തിൽ നിൽക്കുന്നത് ഭാവത്തിന് ബലം നൽകും, ഭാവഫലം തരികയും ചെയ്യും. അതൊരു പൂർവജന്മ പുണ്യവും കൂടിയാണ്, സുകൃതമാണ് എന്നുള്ളതും കൂടി. പൂർവജന്മകൃതം പുണ്യം സുഖരൂപേണ ജായതേ എന്ന് വേണേൽ പറയാം. പൂർവജന്മത്തിൽ ചെയ്ത സുകൃതങ്ങളുടെ ഫലമായിട്ടാണ് ഭാവാധിപൻ ഭാവത്തിൽ തന്നെ വരുന്നത്. അത് ഏത് ഭാവത്തിലാണോ ആ ഭാവത്തിൻ്റെ സുഖം അനുഭവിക്കാനുള്ള, ആ ഭാവം കൊണ്ട് നല്ല കാര്യങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ജാതക ചിന്തയിൽ നിങ്ങൾക്ക് ഈ തിയറിയും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. അതൊന്ന് ശ്രദ്ധിച്ച് തലയിലിരിക്കണം അത് കാണുന്ന സമയത്ത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് ഇത്രയും മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ 7ാം ഭാവാധിപൻ 8 നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് നോക്കാം. നമസ്കാരം.